ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങളുടെ യാതൊരുവിധ ഇടപെടലുമില്ലാതെ വാഹനം സ്വയം കൃത്യമായി പാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? താങ്ക്സ് ടു ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റംസ്. ഇന്ന് നമുക്ക് ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റം എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അവ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. സോ ശരിക്കും എന്താണ് ഒരു ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റം? വാഹനത്തിനെ സ്വയം പാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്മാർട്ട് ടെക്നോളജിയാണിത്. സെൻസറുകളുടെയും ക്യാമറകളുടെയും സഹായത്തോടെ പാർക്കിംഗ് സ്പേസ് കണ്ടെത്തുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വാഹനത്തെ ആ സ്പേസിലേക്ക് മൂവ് ചെയ്യിക്കുകയും ചെയ്യും. പാരലൽ പാർക്കിങ്ങോ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പാർക്കിംഗ് സ്പോട്ടോ ആയിക്കൊള്ളട്ടെ, എവിടെ വേണമെങ്കിലും വാഹനം കൃത്യമായി പാർക്ക് ചെയ്യാൻ ഈ ടെക്നോളജിക്ക് കഴിയും. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അൾട്രാസോണിക്, റഡാർ, ക്യാമറ തുടങ്ങിയ അഡ്വാൻസ്ഡ് സെൻസറുകളുടെ സഹായത്തോടെയാണ് ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സെൻസറുകൾ ചുറ്റുപാടും സ്കാൻ ചെയ്ത് അനുയോജ്യമായ സ്പേസ് കണ്ടെത്തുന്നു. അതിനുശേഷം അവിടേക്കുള്ള ദൂരം കണക്കുകൂട്ടി വാഹനത്തെ സേഫായി അങ്ങോട്ടെത്തിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗവും കണ്ടെത്തുന്നു. അതായത് വാഹനത്തിനുള്ളിൽ ഒരു തലച്ചോർ പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. എന്തൊക്കെയാണ് ഇവയുടെ ഗുണങ്ങൾ? സ്ട്രെസ് ഫ്രീ പാർക്കിംഗ്. വാഹനം ഓടിച്ചു തുടങ്ങിയ പലർക്കും റോഡിലൂടെ അത്യാവശ്യം ഓടിക്കാൻ കഴിയുമെങ്കിലും ഒരു ഫംഗ്ഷനിലെല്ലാം പോകുമ്പോൾ വാഹനം കൃത്യമായി പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറില്ലേ? ഒരുപാട് വാഹനങ്ങൾ കണ്ട് ടെൻഷനായി അപകടങ്ങൾ പോലും വരുത്താറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. വാഹനം എങ്ങനെ പാർക്ക് ചെയ്യുമെന്നുള്ള തലവേദനയെ വേണ്ട. റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് സ്ക്രാച്ചസ് ആൻഡ് ഡെൻറ്റ്സ്. സെൻസറുകളുടെ സഹായത്തോടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം കണ്ടെത്തുമെന്നതിനാൽ വാഹനം എവിടെയെങ്കിലും ഉരഞ്ഞ് സ്ക്രാച്ച് വരുമെന്ന പേടിയേ വേണ്ട. ടൈം സേവർ. ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടെ വാഹനം വളരെ പെട്ടെന്ന് തന്നെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നു. സാധാരണ ഏതൊരു ഡ്രൈവറും പാർക്ക് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ വാഹനം പാർക്ക് ചെയ്യാൻ ഈ ടെക്നോളജി ഉപയോഗിച്ച് സാധിക്കും. ചലഞ്ചസ്. ഏതൊരു ടെക്നോളജിയെയും പോലെ ഓട്ടോണോമസ് പാർക്കിംഗ് സിസ്റ്റത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസും ഉണ്ട്. കോംപ്ലക്സ് പാർക്കിംഗ് ലോട്ട്സ്. വാഹനങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്യാത്തിടത്തും കൃത്യമായ മാർക്കിങ്ങുകൾ ഇല്ലാത്തിടത്തും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഡിപ്പെൻഡൻസ് ഓൺ സെൻസേഴ്സ്. സെൻസറുകളുടെ ആക്യുറസി ചിലപ്പോൾ ഓരോ കാലാവസ്ഥകൾക്കനുസരിച്ച് മാറാം. ഇത് പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുന്നതിനെയൊക്കെ അഫക്റ്റ് ചെയ്തേക്കാം. കോസ്റ്റ്. ഈ ഫീച്ചറുകൾ സാധാരണ ഹൈ എൻഡ് വാഹനങ്ങളിലാണ് കാണുന്നത്. അതിന് കാരണം കോസ്റ്റ് തന്നെ. പക്ഷേ ടെക്നോളജികളിൽ വരുന്ന മാറ്റം കൊണ്ട് ഒട്ടും താമസമില്ലാതെ ഈ ലിമിറ്റേഷൻസിനെ എല്ലാം മറികടക്കാൻ സാധിക്കും. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ആവറേജ് ഡ്രൈവർ ഒരു വർഷത്തിൽ ഏകദേശം 17 മണിക്കൂറോളം പാർക്കിംഗ് സ്പേസിനായിട്ടുള്ള തെരച്ചിലിലാണെന്നാണ്. മുംബൈ, ബംഗളൂരു പോലുള്ള സിറ്റികളിൽ ഈ കണക്ക് എത്രയോ അധികമായിരിക്കും. ഫ്യൂച്ചറിൽ പാർക്കിംഗ് സ്പേസിന് വെളിയിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് വാഹനം സ്വയം പോയി പാർക്ക് ആകുകയും നിങ്ങളുടെ ജോലി കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. സോ ഓട്ടോണോമസ് പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈ എൻഡ് വാഹന ഫീച്ചർ മാത്രമല്ല, ഫ്യൂച്ചർ ട്രാൻസ്പോർട്ടേഷൻ നിയന്ത്രിക്കാൻ പോകുന്ന ഒന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാർക്കിംഗ് ഡ്യൂട്ടികൾ വാഹനത്തിന് വിട്ടു നൽകി റെസ്റ്റ് എടുക്കാൻ തയ്യാറാണോ, അതോ നിങ്ങൾ തന്നെ ചെയ്യുമോ? ഷെയർ യുവർ തോട്ട്സ് ഇൻ ദി കമന്റ്സ് below. Until next time, keep driving smart and parking stress free.